മഹാരാഷ്ട്രയിൽ ഇപ്പോൾ വലിയ ഒരു നീക്കം നടക്കുകയാണ്. മഹാരാഷ്ട്രയിൽ സ്പീക്കർ തെരഞ്ഞെടുപ്പ് നാളെയാണ് നടക്കുന്നത്. ബി.ജെ.പിയുടെ സ്പീക്കർ സ്ഥാനത്തേക്ക് ബി.ജെ.പിയുടെ മഹായുതി സർക്കാരിൻ്റെ എം.എൽ.എ രാഹുൽ സർവേർക്കറിൻ്റെ നാമനിർദ്ദേശ പത്രിക ഇപ്പോൾ സമർപ്പിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ ഏറ്റവും വിചിത്രമായ ഒരു കാര്യമെന്ന് പറയുന്നത്, ഞെട്ടിക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്, ഈ സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷം മഹാരാഷ്ട്രയിൽ ഇല്ലെങ്കിൽ പോലും അവർ സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ല എന്നുള്ളതാണ്. സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ല എന്നുള്ളത് മാത്രമല്ല, തങ്ങളുടെ എം.എൽ.എമാരെ സംരക്ഷിക്കാൻ, ബി.ജെ.പിയിൽ നിന്നും സംരക്ഷിക്കാൻ, അല്ലെങ്കിൽ ഭരണകക്ഷിയിൽ നിന്നും സംരക്ഷിക്കാൻ, ഒരു പ്രതിപക്ഷം തന്നെ ഇല്ലാതാകാതിരിക്കാൻ മഹാരാഷ്ട്രയിൽ അവരെ റിസോർട്ടുകളിലേക്ക് ഇവർ മാറ്റാൻ ഒരുങ്ങുന്നു എന്നുള്ള വലിയ രീതിയിലുള്ള അഭ്യൂഹങ്ങളാണ് ഇപ്പോൾ മഹാരാഷ്ട്രയിൽ നിന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. മഹാരാഷ്ട്രയിൽ അനായാസം ബി.ജെ.പിക്ക് സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാനായി സാധിക്കുമെങ്കിലും എന്തിനാണ് ഇപ്പോൾ മറ്റ് പ്രതിപക്ഷ എം.എൽ.എമാരെ ബി.ജെ.പി ചാക്കിട്ട് പിടിക്കാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ ആ പ്രതിപക്ഷ എം.എൽ.എമാർക്കായി ബി.ജെ.പി വാതിൽ തുറന്നിട്ടിരിക്കുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന്റെ മറുപടി കിട്ടണമെങ്കിൽ നമ്മൾ നാഗാലാൻഡിലേക്ക് നോക്കണം. നാഗാലാൻഡിൽ ഭരിക്കുന്നതും ബി.ജെ.പി തന്നെയാണ്. പക്ഷേ നാഗാലാൻഡിൽ ഒരു പ്രതിപക്ഷമില്ല. പ്രതിപക്ഷത്തെ ശിഥിലമാക്കിക്കൊണ്ടാണ് നാഗാലാൻഡിൽ ഒരു സമയത്ത് രാജ്യവിരുദ്ധത അങ്ങേയറ്റം മലയടിച്ചിരുന്ന നാഗാലാൻഡിൽ ഇപ്പോൾ ബി.ജെ.പി അജയ്യമായി ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതേ ടെക്നിക്ക് തന്നെയാണ് മഹാരാഷ്ട്രയിലും ബി.ജെ.പി പയറ്റാനായി പോകുന്നത് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അതായത് ബി.ജെ.പിയുടെ സ്പീക്കർക്ക് വോട്ട് ചെയ്യാനായി പ്രതിപക്ഷത്തെ എം.എൽ.എമാർ തയ്യാറാകും എന്ന് ബി.ജെ.പിക്ക് ഒരു റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട്. കാരണം ബി.ജെ.പിയിലേക്ക് ഈ പ്രതിപക്ഷത്തെ എം.എൽ.എമാർ വരാൻ സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ടുകൾ ബി.ജെ.പിക്ക് ലഭിക്കുമ്പോൾ അത് പ്രതിപക്ഷത്തെ ശിഥിലമാക്കാനുള്ള വലിയൊരു ചാൻസ് ആയി ബി.ജെ.പി കണക്കാക്കും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ബി.ജെ.പി ഇപ്പോൾ ആ പ്രതിപക്ഷ എം.എൽ.എമാരെ ചാക്കിട്ട് പിടിക്കാനുള്ളൊരു ശ്രമം നടത്തുന്നത്. സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ കൂറുമാറി ഈ പ്രതിപക്ഷ എം.എൽ.എമാർ വോട്ട് ചെയ്തു കഴിഞ്ഞാൽ അത് വലിയ ക്ഷീണം പ്രതിപക്ഷത്തിന് ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ ഇവരെ എല്ലാവരെയും റിസോർട്ടിലേക്ക് മാറ്റാനുള്ളൊരു നീക്കം അവിടെ നടക്കുന്നു എന്ന അഭ്യൂഹങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. മറ്റൊരു നാഗാലാൻഡ് ആകുമോ മഹാരാഷ്ട്ര എന്നാണ് പല ആൾക്കാരും ഉറ്റുനോക്കുന്നത്. റിസോർട്ടിൽ ഒളിപ്പിക്കാൻ പ്രതിപക്ഷം വലിയ രീതിയിലുള്ള ഒരു തന്ത്രം പയറ്റുമ്പോൾ അവിടെ ബി.ജെ.പി ഇവർക്ക് വേണ്ടി വാതിൽ തുറന്നിട്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. പോരാത്തതിന് മഹാരാഷ്ട്ര നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് നിയമസഭാ സ്പീക്കർ തിരഞ്ഞെടുപ്പിലേക്ക് ഇപ്പോൾ ബി.ജെ.പി എം.എൽ.എ രാഹുൽ സർവേക്കർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു എന്ന് പറയുമ്പോഴും നാനാ പട്ടോളെ മഹാരാഷ്ട്രയിലെ കോൺഗ്രസിന്റെ അധ്യക്ഷനാണ്. ആ നാനാ പട്ടോളയുടെ അടുത്ത് കോൺഗ്രസിന്റെ പല എം.എൽ.എമാരും ചെന്ന് പരാതി പറഞ്ഞിട്ടുണ്ട് എന്ന രീതിയിലുള്ള അഭ്യൂഹങ്ങളും ഇപ്പോൾ പരക്കുന്നുണ്ട്. നാനാ പട്ടോളയോട് ഇനി ഈ മഹായുതി സഖ്യത്തിൽ നിന്നിട്ട് തങ്ങൾക്ക് യാതൊന്നും കിട്ടാനില്ല, യാതൊരു സാധ്യതയുമില്ല എന്ന് മനസ്സിലാക്കി തങ്ങൾ ബി.ജെ.പിയിലേക്ക് പോകും എന്ന വലിയ രീതിയിലുള്ള ഒരു അഭ്യൂഹം അവർ കൊടുത്തിട്ടുണ്ട്, വലിയ രീതിയിലുള്ളൊരു സൂചന അവർ കൊടുത്തിട്ടുണ്ട് എന്നും മഹാരാഷ്ട്രയിൽ നിന്നും വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. സമാനമായ രീതിയിൽ ആസാമിലും വലിയ രീതിയിൽ അവിടെ നിന്ന് 5 എം.എൽ.എമാർ കോൺഗ്രസിൽ നിന്ന് 5 എം.എൽ.എമാർ ബി.ജെ.പിയിലേക്ക് വരുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അങ്ങനെ സകല സ്ഥലത്തും പ്രതിപക്ഷം അടപടലം ബി.ജെ.പിയിലേക്ക് വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഉദ്ധവ് താക്കറേക്ക് വെറും 20 സീറ്റുകൾ മാത്രമാണ് അവിടെ ലഭിച്ചിട്ടുള്ളത്. 16 സീറ്റുകൾ മാത്രമാണ് കോൺഗ്രസിന് ലഭിച്ചിട്ടുള്ളത്. 20 സീറ്റുകൾ ലഭിച്ച ഉദ്ധവ് താക്കറെ തങ്ങളുടെ ഹിന്ദു വോട്ട് ബാങ്ക് ചോർന്നു പോകുന്നു എന്ന് കണ്ട് ബാബറി മസ്ജിദ് തകർത്തതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് രംഗത്തെത്തിയിരുന്നു. അതെല്ലാം ഇതിന്റെ സൂചനകളാണ്. തിരിച്ചു വരാൻ ഒരുങ്ങുകയാണ് ശിവസേനയിലെ ഉദ്ധവ് താക്കറെ വിഭാഗം. അതിനിടെയാണ് ഇപ്പോൾ കോൺഗ്രസ് എം.എൽ.എമാരും മറ്റ് എം.എൽ.എമാരും റിസോർട്ടിലേക്ക് പോകാൻ പോകുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ശരത് പവാറിന്റെ എൻ.സി.പിയിലുള്ള എം.എൽ.എമാർ അജിത് പവാറിന്റെ എൻ.സി.പിയിലേക്ക് വരാനായി ഒരുങ്ങുന്നു, ഭരണകക്ഷിയിലേക്ക് വരാനായി ഒരുങ്ങുന്നു. അങ്ങനെയാണെങ്കിൽ മഹാരാഷ്ട്രയിൽ ഇനി പ്രതിപക്ഷം ഉണ്ടാകില്ല. അജയ്യമായി ബി.ജെ.പി തന്നെ ഭരിക്കുന്ന ഒരു കാഴ്ചയായിരിക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.